ിലേക്ക് പോവുകയാണ്. മദ്രാസ് ഹൈക്കോടതി അഡീഷണൽ ജഡ്ജിയായി വിക്ടോറിയ ഗൗരി സത്യപ്രതിജ്ഞ ചെയ്തു. നിയമനം ചോദ്യം ചെയ്തുള്ള ഹർജികൾ സുപ്രീം കോടതി തള്ളി. ആന്റണി ജസ് ജോർജാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. ആന്റണി, സംഭ്രമജനകമായ നിമിഷങ്ങളായിരുന്നു എന്ന് പറയാം. കാരണം ഒരിടത്ത് സുപ്രീം കോടതി വിക്ടോറിയ ഗൗരിക്കെതിരായ ഹർജികൾ പരിഗണിക്കുന്നു, അതേസമയം മദ്രാസ് ഹൈക്കോടതിയിൽ വിക്ടോറിയ ഗൗരിയുടെ സത്യപ്രതിജ്ഞയ്ക്കുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കി ഇങ്ങനെ കാത്തിരിക്കുന്നു. എന്തായിരുന്നു കഴിഞ്ഞ ഒരു 10 മണി 10:30 മുതൽ ഒരു 10:50 വരെ സംഭവിച്ച നാടകീയമായ സംഭവ വികാസങ്ങൾ? ഫിറോസ്, തീർച്ചയായും വളരെ നാടകീയമായ സംഭവങ്ങളാണ് സുപ്രീം കോടതിയിൽ അരങ്ങേറിയത് എന്നുള്ളതാണ്. ഈ ജസ്റ്റിസ് വിക്ടോറിയ ഗൗരിയുടെ നിയമനവുമായി ബന്ധപ്പെട്ട്, സത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ട് ഇന്ന് രാവിലെ 10:35 മദ്രാസ് ഹൈക്കോടതി അഡീഷണൽ ജഡ്ജിയായി വിക്ടോറിയ ഗൗരി ചുമതലയേൽക്കാനാണ് നിശ്ചയിച്ചിരുന്നത്. ഇതിനിടയിലാണ് ഇവരുടെ ഈ സത്യപ്രതിജ്ഞ സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട ഒരു വിഭാഗം അഭിഭാഷകർ നൽകിയ ഹർജി ഉടൻ പരിഗണിക്കണമെന്ന് ഈ ഹർജിക്കാർ ആവശ്യപ്പെട്ടത്. തുടർന്ന് രാവിലെ 9:15 ഈ ഹർജി പരിഗണിക്കുമെന്നാണ് ആദ്യം അറിയിച്ചത്. ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ച് ഈ ഹർജി പരിഗണിക്കുമെന്നാണ് ആദ്യം വ്യക്തമാക്കിയത്. തുടർന്ന് എല്ലാവരും അവിടേക്ക് അഭിഭാഷകർ ഉൾപ്പെടെയുള്ളവർ കോടതിയിലേക്ക് എത്തിയെങ്കിലും പിന്നീട് അത് ചീഫ് ജസ്റ്റിസ് പരിഗണിക്കില്ല എന്ന് വ്യക്തമാക്കി. തുടർന്ന് ജസ്റ്റിസുമാരായ സഞ്ജയ് ഖന്ന, BR ഗവായി തുടങ്ങിയവർ ഈ ഹർജി പരിഗണിക്കുമെന്ന് വ്യക്തമാക്കി. തുടർന്ന് അവർ 10:30 ഈ സത്യപ്രതിജ്ഞാ ചടങ്ങ് ആരംഭിക്കാൻ 5 മിനിറ്റ് ബാക്കി നിൽക്കെ 10:30 ഈ ഹർജി സുപ്രീം കോടതി പരിഗണിക്കുന്നത്. സുപ്രീം കോടതി ഈ ഹർജി പരിഗണിച്ച ഘട്ടത്തിൽ തന്നെ ഇവരുടെ അഭിഭാഷകർ ആവശ്യപ്പെട്ടത്, ഈ ഹർജിക്കാരുടെ അഭിഭാഷകർ ആവശ്യപ്പെട്ടത് ഇത് സ്റ്റേ ചെയ്യണം എന്നുള്ളതാണ്. പക്ഷേ ആ ഘട്ടത്തിൽ അത് കോടതി അംഗീകരിച്ചില്ല. തുടർന്ന് വാദത്തിലേക്ക് പോയപ്പോഴും ഈ യോഗ്യത മാത്രമേ കോടതിക്ക് പരിഗണിക്കാൻ കഴിയൂ, ഈ സ്ഥാനത്തിന് വിക്ടോറിയ ഗൗരി അനുയോജ്യയാണോ എന്ന കാര്യത്തെക്കുറിച്ച് കോടതിക്ക് പറയാൻ കഴിയില്ല എന്നുള്ള ഒരു കാര്യമാണ് പ്രധാനമായും കോടതി ചൂണ്ടിക്കാട്ടിയത്. അതുപോലെ തന്നെ കൂടിയാലോചനകൾക്കൊക്കെ ശേഷമാണ് സുപ്രീം കൊളീജിയം ഈ നിയമനത്തിലേക്ക് ഉൾപ്പെടെ കടന്നിട്ടുള്ളത്. ഈ മുൻ ചൂണ്ടിക്കാണിച്ച എല്ലാ ആരോപണങ്ങളും കൊളീജിയത്തിന് അറിയാമായിരുന്നോ എന്നുള്ള കാര്യത്തിൽ, അല്ലെങ്കിൽ അത്തരം പരിഗണിച്ചു ഇരുന്നോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് പറയാൻ കഴിയില്ല എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ കോടതി പറഞ്ഞു. തുടർന്ന് ആണ് ഈ ഹർജി തള്ളിയത്. പിന്നീട് ഈ ഹർജി തള്ളിയ കോടതി വിശദമായ ഒരു ഉത്തരവ് ഇറക്കുമെന്നും വ്യക്തമാക്കി. അതേസമയം ഈ ഹർജിക്കാരുടെ അഭിഭാഷകർ പ്രധാനമായും വാദിച്ചത് യോഗ്യതയുമായി ബന്ധപ്പെട്ട ആ ഒരു കാര്യം തന്നെയാണ് ഇതെന്നാണ്. കാരണം അവർ ഈ നേരത്തെ മുതൽ അവരുടെ വിദ്വേഷ പ്രസംഗങ്ങളെല്ലാം തന്നെ അത് ഭരണഘടന വിരുദ്ധമാണ്, ഭരണഘടനയ്ക്ക് എതിരായ ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഈ ഭരണഘടനക്കെതിരായ ഈ പരാമർശങ്ങൾ നടത്തിയ ആൾ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു കടലാസിന്റെ വില പോലും ഉണ്ടാകില്ല എന്നുള്ള കാര്യം. നിറഞ്ഞ പ്രസംഗം നടത്തുക എന്നത് ഭരണഘടനാ വിരുദ്ധമാണ്. അത്തരത്തിൽ ഭരണഘടനാ വിരുദ്ധമായ ഇടപെടലുകൾ നടത്തിയ മഹിളാ മോർച്ചയുടെ ദേശീയ ജനറൽ സെക്രട്ടറി എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന വിക്ടോറിയ ഗൗരി അത്തരത്തിൽ ഒരു ഹൈക്കോടതിയുടെ അഡീഷണൽ ജഡ്ജിയായി ചുമതലയേൽക്കുമ്പോൾ സ്വാഭാവികമായും ഹർജിക്കാരുടെ ആശങ്കകൾ അത്തരത്തിലുള്ള ചില ആശങ്കകളായിരുന്നു. പക്ഷേ ചരിത്രത്തിൽ ഇതിനു മുമ്പ് നമുക്ക് 1992 സമാനമായ ഒരു സംഭവം പരിഗണിക്കാനാവുക. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു ജഡ്ജി നിയമനം റദ്ദാക്കുകയാണെങ്കിൽ, കൊളീജിയം ശുപാർശ പ്രകാരം വന്ന ഒരു ജഡ്ജിയുടെ നിയമനം റദ്ദാക്കുകയാണെങ്കിൽ അത് ഒരു തെറ്റായ കീഴ്വഴക്കം സൃഷ്ടിക്കും എന്ന് സുപ്രീം കോടതിയുടെ ബെഞ്ച് പരിഗണിക്കുന്നു. അങ്ങനെ വേണ്ടേ കരുതാൻ? തീർച്ചയായും അത് തന്നെയാണ് കോടതി പറഞ്ഞതും. ഈ കൊളീജിയൻ തീരുമാനത്തിൽ നിലവിൽ ഇടപെടാൻ കഴിയില്ല. ഇത്തരം കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ വീണ്ടും കൂടുതൽ പരാതികൾ വരും. അങ്ങനെയെങ്കിൽ അതൊരു തെറ്റായ കീഴ്വഴക്കത്തിലേക്ക് പോകുമെന്നുള്ളൊരു കാര്യവും കൂടി കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു. ഈ രാഷ്ട്രീയ ബന്ധമാണ് ആരോപിക്കുന്നതെങ്കിൽ അത് നേരത്തെയും ഈ രാഷ്ട്രീയ ബന്ധമുള്ള ആളുകളെ ജഡ്ജിമാരായി നിയമിച്ചിട്ടുണ്ട്. ഈ ജസ്റ്റിസ് ഗവായി പറഞ്ഞത് താൻ ഉൾപ്പെടെ രാഷ്ട്രീയ ബന്ധം ഉള്ള ആളുകളാണ്, പക്ഷേ താൻ പിന്നീട് അതിലേക്ക് തുടർന്ന് പോയിട്ടില്ല എന്നുള്ളൊരു കാര്യമാണ്. ജസ്റ്റിസ് BR കൃഷ്ണയ്യർ ഉൾപ്പെടെയുള്ളവരുടെ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് കോടതി ഇക്കാര്യങ്ങളൊക്കെ വ്യക്തമാക്കിയത്. കോടതി പ്രധാനമായും പറഞ്ഞത് ഈ കീഴ്വഴക്കം ഉണ്ടാക്കാൻ കഴിയില്ല, അത്തരത്തിൽ ഈ അനുയോജ്യയാണോ എന്ന് പരിശോധിക്കാൻ കോടതിക്ക് കഴിയില്ല, അതൊരു തെറ്റായ കീഴ്വഴക്കത്തിലേക്ക് പോകുമെന്നുള്ളൊരു കാര്യമാണ് കോടതി പറഞ്ഞത്. തുടർന്നാണ് ഈ ഹർജി തള്ളിയത്. ഇതിനിടയിലാണ് യോഗ്യതയുണ്ടോ എന്ന് നോക്കാൻ മാത്രമേ കഴിയൂ, അയോഗ്യയാക്കാൻ കഴിയില്ല എന്ന് സുപ്രീം കോടതി ബെഞ്ച് പറഞ്ഞു. ഇപ്പോൾ ജസ്റ്റിസ് ഗവായിയുടെ കാര്യം പരാമർശിച്ചുകൊണ്ടാണ്. ജസ്റ്റിസ് ഗവായി പറഞ്ഞോ ഇനിയും സമയമുണ്ടല്ലോ ഇത്തരം കാര്യങ്ങൾ പരിശോധിക്കാനെന്ന്? കാരണം നമുക്കറിയാമല്ലോ, ഇപ്പോൾ ഒരു
അഡീഷണൽ ജഡ്ജിയൊക്കെ ആയി ചുമതലയേറ്റ് കഴിഞ്ഞാൽ പിന്നീട് ആ സ്ഥാനത്ത് നിന്ന് പുറത്താക്കുകയോ നിയമനം റദ്ദാക്കുകയോ ഒക്കെ ചെയ്യാൻ ഒരുപാട് കടമ്പകളുണ്ട്. അത് ഈ നിലവിലുള്ള അവസ്ഥയിൽ അത് അത്യന്തം ശ്രമകരമാണ്. പക്ഷേ അങ്ങനെ ഒരു ഘട്ടത്തിലും എനിക്ക് തോന്നുന്നു ജസ്റ്റിസ് ഗവായിയുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു പരാമർശം ഉണ്ടായതായി ചില സൂചനകളും വാർത്തകളും വരുന്നു. ഇനിയും സമയമുണ്ടല്ലോ എന്നിത്തരം കാര്യങ്ങൾ പരിശോധിക്കാൻ. തീർച്ചയായും അദ്ദേഹം അത്തരത്തിൽ പറഞ്ഞത് ഇനിയും ഈ ജഡ്ജി ആയെങ്കിലും അത്തരം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും അത് കൊളീജിയത്തിന് പരിഹരിക്കുക അല്ലെങ്കിൽ അതിൽ നടപടിയെടുക്കാനുള്ള അധികാരമുണ്ട് എന്നുള്ള കാര്യമാണ്. ഈ ഘട്ടത്തിൽ അത് പരിഗണിക്കേണ്ടതില്ല എന്നുള്ളൊരു കാര്യമാണ്. ഈ ഘട്ടത്തിൽ ഒരു തരത്തിലും കൊളീജിയൻ തീരുമാനത്തിൽ ഇടപെടേണ്ട സാഹചര്യമില്ലെന്നാണ് ഫിറോസ് കോടതി വ്യക്തമാക്കിയത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഹർജി തള്ളിയത്. നിലവിൽ കൊളീജിയത്തിന് ഇത്തരം കാര്യങ്ങളിൽ തീരുമാനമെടുക്കാനുള്ള അധികാരമുണ്ട്. അതിൽ ഈ ഘട്ടത്തിൽ കോടതി ഇടപെടുന്നില്ല എന്നാണ് കോടതി വ്യക്തമാക്കിയത്. തുടർന്നാണ് അത്യന്തം നാടകീയമായ രംഗങ്ങളായിരുന്നു എന്ന കാര്യത്തിൽ തർക്കമില്ല. ചില മിനിറ്റുകൾ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു. ഒരേ സമയം സുപ്രീം കോടതി ഈ ഹർജികൾ പരിഗണിച്ചുകൊണ്ടിരിക്കുന്നു. വിക്ടോറിയ ഗൗരിക്കെതിരായ ഹർജികൾ പരിഗണിച്ചുകൊണ്ടിരിക്കുന്നു. അതേസമയം മദ്രാസ് ഹൈക്കോടതിയിൽ വിക്ടോറിയ ഗൗരിയുടെ സത്യപ്രതിജ്ഞയ്ക്കുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കി അവിടെ ഉദ്യോഗസ്ഥരും നിയമജ്ഞരും അടക്കം കാത്തിരിക്കുന്ന ഒരു സാഹചര്യം. ഏതായാലും ഒടുവിൽ മദ്രാസ് ഹൈക്കോടതി അഡീഷണൽ ജഡ്ജിയായി വിക്ടോറിയ ഗൗരി സത്യപ്രതിജ്ഞ ചെയ്യുന്നു. നിയമനം ചോദ്യം ചെയ്തുള്ള ഹർജികൾ സുപ്രീം കോടതി തള്ളുന്നു. ഇക്കാര്യത്തിൽ ഇടപെടാനാകില്ല എന്ന് സുപ്രീം കോടതി വ്യക്തമാക്കുന്നു. ഇനി നമുക്ക് നിയമസഭയിലേക്കാണ്